ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾ ഓൾറെഡി ടൈറ്റിൽ കണ്ടിട്ടുണ്ടായിരിക്കും. കാരണം ടൈറ്റിൽ കണ്ടിട്ടാണല്ലോ നിങ്ങൾ ക്ലിക്ക് ചെയ്തത് വീഡിയോയിൽ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഉലുവ ദോശയാണ്. അത് അവിടെയൊക്കെ നല്ല ക്രിസ്പി ആയിട്ടുണ്ട്, ഇപ്പുറത്ത് നല്ല സോഫ്റ്റാണ്. അപ്പം എങ്ങനെയാണ് ഒരു ഉലുവ ദോശ ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് നോക്കാം. ഉലുവ ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് എല്ലാം അരി ഉഴുന്ന ഉലുവ എല്ലാം കുതിർത്തിടണം. അപ്പം ഞാൻ ഇന്നൊരു 10-11 ദോശയ്ക്കുള്ളൊരു ചെറിയ 2 പേർക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അളവിലാണ് മാവ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിവിടെ ഇത് ഇഡ്ഡലി അരിയാണ്. അപ്പോൾ നിങ്ങൾക്ക് പൊന്നിയരി എടുക്കാം, ഇഡ്ഡലി അരി എടുക്കാം, ഏത് അരി വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഏകദേശം 1 കപ്പ് അരി എടുക്കുകയാണ്. ഇത് 1/2 കപ്പ് മെഷർമെൻറ്റാണ്. അപ്പോൾ ഞാൻ 2 പ്രാവശ്യം ഇടുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ ഉഴുന്ന് വേണം, 3 ടേബിൾ സ്പൂൺ ഉലുവയാണ്. ഓക്കെ, 1 2 3. നന്നായിട്ട് കഴുകിയിട്ട് നമുക്ക് കുറച്ച് നേരം ഒരു 2-3 hours നന്നായിട്ട് കുതിർത്ത് വയ്ക്കാം. ഉലുവ ദോശയ്ക്ക് ഇട്ടത് നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഞാൻ ഇനി ഇത് അരയ്ക്കാൻ പോവുകയാണ്. ഞാൻ ഒരു കാര്യം പറയാൻ മറന്നുപോയി. നമ്മൾ അരി കുതിർക്കാൻ ഇടുന്നതിന് മുമ്പ് നന്നായിട്ട് ഒരു 3-4 പ്രാവശ്യം നന്നായിട്ട് കഴുകണം കേട്ടോ. അപ്പോൾ ഇനി ഞാനത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാൻ പോവാണ്. ഇതിലേക്ക് ഞാൻ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഉപ്പിട്ടിട്ട് നമുക്ക് ബാക്കി അരച്ച് നന്നായിട്ട് എടുക്കാം. വെള്ളം ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇഡ്ഡലി ഉണ്ടാക്കുന്ന ആ ഒരു അത്രയും തിക്നെസ് വേണ്ട, ദോശയുടെ മാവിന് അനുസരിച്ചുള്ള തിക്നെസ് മതി. അത് നോക്കിയിട്ട് അരയ്ക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ മാവ് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഉലുവയുടെ ഒരു കളറ് ചെറുതായിട്ടൊരു യെല്ലോ ടിൻറ്റ് വരുന്നുണ്ട് കേട്ടോ നമ്മുടെ മാവിന്. ഞാനിനി ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. മാവ് അരച്ചത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക കേട്ടോ. 2 പ്രാവശ്യമായിട്ടാണ് അരയ്ക്കുന്നതെങ്കിൽ നമുക്ക് മാവ് ഒരു 8 മണിക്കൂർ പൊങ്ങാൻ വെക്കണം. ഉലുവ ദോശയ്ക്ക് ഇട്ടത് ഇങ്ങനെ മാവ് പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിനി തുറന്നിട്ട് ഇളക്കി കൊടുത്തിട്ട് ദോശ ഉണ്ടാക്കാൻ തുടങ്ങാം. കണ്ടോ നമ്മുടെ മാവ് പൊങ്ങി വന്നിരിക്കുന്നത്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത ശേഷം നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ. ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇത് 3ാമത്തെ അറ്റംപ്റ്റാണ്. മാവ് കഴിയാറായി. ആദ്യത്തെ പ്രാവശ്യം ഷൂട്ട് ചെയ്തപ്പോൾ മാവിൻ്റെ പാത്രം ബ്ലോക്ക് ചെയ്തിട്ട്, ഞാൻ എൻ്റെ ക്ലിപ്പിടാം, ബ്ലോക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ദോശ കാണാൻ പറ്റില്ല. 2ാമത്തെ പ്രാവശ്യം ഞാൻ ക്യാമറ ഓൺ ചെയ്യാൻ മറന്നുപോയി. ക്യാമറ റെക്കോർഡ് ബട്ടൺ അമർത്താൻ വിട്ടുപോയി. അപ്പോൾ ഇത് ഇനി ലാസ്റ്റ് 3rd അറ്റംപ്റ്റാണ്. ഇതോടെ കഴിഞ്ഞ് ശരിയായില്ലെങ്കിൽ നമുക്ക് ഈ ഒരു വീഡിയോ ഞാൻ ഇനി ഇടുന്നില്ല എന്ന് വിചാരിച്ചു. കാരണം മാവ് കഴിഞ്ഞു. ഓക്കെ, ഇനി ഒരു 3-4 ദോശയ്ക്ക് കൂടെയുള്ള മാവേ എൻ്റെ കയ്യിലുള്ളൂ. അപ്പോൾ എൻ്റെ ഡിന്നറാണ് കാണിക്കുന്നത്. ഇത് നമ്മൾ ഉണ്ടാക്കുന്നത് തട്ടുദോശ മാതിരിയാണ്. അതുകൊണ്ട് പരത്താൻ പാടില്ല, ജസ്റ്റ് ഒഴിച്ചു കൊടുത്താൽ മാത്രം മതി. നന്നായിട്ടൊന്ന് എണ്ണ തേച്ച് കൊടുക്കാം. ഞാൻ ഓൾറെഡി ഒരു ദോശ ഉണ്ടാക്കിയിട്ടുണ്ട്. ഫസ്റ്റ് ദോശ എപ്പോഴും കുറച്ച് ട്രിക്കിയാണല്ലോ. കണ്ടോ, തന്നെ സ്പ്രെഡ് ആവുന്നുണ്ട്. ഈ ദോശയ്ക്ക് ഏറ്റവും നല്ലത് നല്ലെണ്ണയാണ് കേട്ടോ ഒഴിച്ചു കൊടുക്കാൻ. കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് നമ്മൾ മറിച്ചിടുന്നില്ല, ആവി കയറ്റിയിട്ടാണ് വേവിക്കുന്നത്. അതുകൊണ്ട് അടച്ചു വയ്ക്കുക. ഓക്കെ, ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വാങ്ങാം. എനിക്കിപ്പോൾ തൽക്കാലം 2 ദോശ മതി. അതുകൊണ്ട് ഞാൻ ഓഫ് ചെയ്യണം. അപ്പോൾ നിങ്ങൾക്ക് സംഭവം മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഞാൻ ഉണ്ടാക്കിയിട്ട് കാണിച്ചു തരാം. ഓക്കെ, വെച്ചിട്ട് ഒരു 2-3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് തുറന്നിട്ട് സൈഡൊക്കെ മെല്ലെ ക്രിസ്പായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് വാങ്ങാം. കണ്ടോ നമ്മുടെ ദോശ. ഞാൻ ഒരു പ്ലേറ്റ്, ഇപ്പം എല്ലാം കൂടെ പോയട്ടെ, പ്ലേറ്റിലേക്ക് ഇട്ട് കാണിച്ചു തരാം. കണ്ടല്ലോ നമ്മുടെ ദോശ. ഇവിടേക്ക് നല്ല ക്രിസ്പാണ്, മറ്റേ ഭാഗത്ത് നല്ല സോഫ്റ്റാണ്.
അപ്പം ട്രൈ ചെയ്ത് നോക്കൂ. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു ദോശയാണ്. അപ്പോൾ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. ഞാൻ ബാക്കിയുള്ള ദോശകൾ ഉണ്ടാക്കട്ടെ. ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് അഭിപ്രായം പറയൂ. നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിൻ്റെ ഫാമിലിക്കും ഷെയർ ചെയ്യുക. ബൈ ബൈ.